ചിന്താലേശായ നമോ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ലഗ്നത്തെ ആസ്പദമാക്കിയിട്ടുള്ള സ്റ്റോണിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വന്നത്. പക്ഷേ ഇന്ന് നമുക്ക് നോക്കുന്നത് ഗോമേതക രത്നത്തെക്കുറിച്ചാണ്. സർപ്പത്തിൻ്റെ കല്ലായ ഗോമേതകം, രാഹുവിനെ പ്രതിനിധീകരിക്കുന്ന സ്റ്റോണാണ് ഗോമേതകം. ഗോമേതക രത്നത്തിന് മറ്റ് രത്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് രാഹു കേതുക്കൾക്ക് ജ്യോതിഷശാസ്ത്രപ്രകാരം സ്വന്തമായി വീടില്ല. മറ്റ് നമ്മൾ ഭാഗ്യരത്നങ്ങളിൽ ജന്മരത്നവും അല്ലെങ്കിൽ ഭാഗ്യരത്നത്തെക്കുറിച്ച് കഴിഞ്ഞ രത്ന ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സംസാരിക്കുകയുണ്ടായി. ഇവിടെ ഗോമേതകത്തിന് അല്ലെങ്കിൽ രാഹുവിന് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് രാഹു കേതുക്കൾ നിൽക്കുന്ന രാശിക്കനുസരിച്ചിട്ടാണ് കല്ല് ധരിക്കാറുള്ളത്. സാധാരണ മറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാശിചക്രത്തിൽ 27 നക്ഷത്രങ്ങളും ദക്ഷ പ്രജാപതിയുടെ 9 ഭാര്യമാരുടെ മക്കളുകളാണ്. അങ്ങനെ ഒരു അമ്മയുടെ മക്കളായ തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രക്കാർക്കും അവരുടെ നക്ഷത്രക്കല്ലായിട്ട് ഗോമേതക രത്നം ധരിക്കാം. അല്ലാതെ രാഹുദശാകാലത്തുള്ളവർക്ക് ഗോമേതക രത്നം ധരിക്കാം. രത്നധാരണം ചെയ്യുമ്പോൾ പ്രധാനമായി സൂക്ഷിക്കേണ്ടത് ആ ജാതകത്തിൽ രാഹുവിൻ്റെ ബലാബലം അനുസരിച്ചിട്ട് വേണം കല്ലിൻ്റെ അളവ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ജാതകത്തിൽ രാഹു നല്ല സ്ഥാനത്ത് നിൽക്കുകയാണ്. ശുഭഗ്രഹത്തിൻ്റെ വീട്ടിൽ നിന്നാൽ ശുഭഫലത്തെയും പാപഗ്രഹത്തിൻ്റെ വീട്ടിൽ നിന്നാൽ പാവഫലത്തെയും പ്രദാനം ചെയ്യും. അപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം കല്ല് ധരിക്കേണ്ടത്. ക്യാരറ്റ് കണക്ക് കല്ലിൻ്റെ വലിപ്പം നിശ്ചയിക്കേണ്ടത്. അതനുസരിച്ച് ധരിച്ചാൽ രാഹു വളരെ ഗുണത്തെ കൊടുക്കും. രാഹു ദശാകാലത്ത് മാത്രമല്ല ഈ നക്ഷത്രക്കാർക്കും ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്യും. കല്ല് ധരിക്കുമ്പോൾ മറ്റ് കല്ലുകളെപ്പോലെ തന്നെ വളരെ റേഡിയേഷനുള്ള ഒരു കല്ലാണ് രാഹുവിൻ്റെ കല്ലായ ഗോമേതകം. അതുകൊണ്ട് കല്ല് ശുദ്ധി ചെയ്ത് പൂജിച്ച് വേണം ധരിക്കാൻ. ഗോമൂത്രം, പാല്, കരുക്കം വെള്ളം, പനിനീര്, പഞ്ചഗവ്യം ഈ 5 ശുദ്ധി ചെയ്ത് നമ്മൾ നാളും പേരും വെച്ച് പൂജിച്ച് രാഹുകാല സമയത്താണ് ആദ്യമായിട്ട് കയ്യിൽ ധരിക്കേണ്ടത്. ഇപ്പോൾ രാഹുകാല സമയം എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും പകൽ 1.5 മണിക്കൂറുണ്ട്. ആ രാഹുകാല സമയത്താണ് ആദ്യമായിട്ട് കയ്യിൽ ധരിക്കേണ്ടത്. അപ്പോൾ രാഹുവിൻ്റെ കല്ലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗോമേതകത്തെ നിസ്സാരമായിട്ട് കാണരുത്. വളരെ ഗുണത്തെ കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. രാഹു ദശാകാർക്ക് ദശാസമയത്ത് അതിജീവിച്ച് പോകാനും അതേപോലെ ഉള്ള സഹായത്തിന് അവൻ വളരെ ഇതായിത്തീരും. അപ്പോൾ ഗോമേതകത്തെക്കുറിച്ച് മനസ്സിലായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. ആചാര്യ വിഷ്വൽ മീഡിയ നമുക്ക് 75,000-ൽ പരം അംഗങ്ങളുണ്ടായിരുന്ന ചാനലാണ്. അത് ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനത്താൽ നമുക്കത് നഷ്ടപ്പെട്ടു പോയി. ആചാര്യ വിഷ്വൽ മീഡിയ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് രാഹുദോഷം മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.